الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت وهو يشفين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ ജഗന്നിയന്താവായ പരമകാരുണികനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുക. അള്ളാഹു അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ, മുസ്ലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മതമായ ഇസ്ലാം എല്ലാ മേഖലയിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഒരു മതമാണ്. നമ്മളെല്ലാവരും പഠിച്ചതും മനസ്സിലാക്കിയതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആരോഗ്യരംഗത്തും ചികിത്സാരംഗത്തും മനുഷ്യജീവിതത്തിലെ മറ്റുള്ള ഏതേത് മേഖലകളിലും ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ചികിത്സിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. രോഗം എത്ര ചെറുതാണെങ്കിലും അതിന് യോജിച്ച ചികിത്സാ രീതികൾ ഇന്ന് നമുക്കറിയാം, അത് സാർവത്രികമാണ്. ഏതൊരു ചികിത്സാ രീതിയാണോ നമുക്ക് വേണ്ടത്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും എല്ലാ നിലക്കും പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒട്ടനവധി ചികിത്സാ രീതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആവശ്യപ്പെടുന്നത് ചികിത്സിക്കണം എന്നാണ്. ഒരിക്കലും ഇസ്ലാം രോഗത്തെ നെഗറ്റീവായി കാണുന്നില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട അതാണ്. നമുക്കൊരു രോഗം ബാധിക്കുമ്പോൾ ആ രോഗത്തെ നമ്മൾ ആരും നെഗറ്റീവായി കാണരുത് എന്നാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതും പ്രവാചകൻ ഉപദേശിച്ചതും. എന്നാൽ ഇസ്ലാം ആണെങ്കിലും രോഗത്തെ ആ നിലക്ക് കാണുന്നുമില്ല. അതൊരു ജീവിതത്തിന്റെ ഭാഗമായി, അള്ളാഹുവിന്റെ വിധിയായി, ഈമാനിന്റെ ശക്തിയെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാരണമൊക്കെ ആയിട്ടാണ് രോഗത്തെ ഇസ്ലാം നിർണയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ
വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗഖതു യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായായ. നോക്കൂ, എന്ത് ബാധിച്ചാലും ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ക്ഷീണം, അല്ലെങ്കിൽ അവന്റെ മനപ്രയാസം, അവന്റെ ദുഃഖം, അവന്റെ ഉപദ്രവങ്ങൾ, അതുപോലെ അവനുണ്ടാകുന്ന പ്രയാസങ്ങൾ എല്ലാം ഏതുവരെ, ഒരു മുള്ള് തറക്കുന്നത് വരെ, അതുവരെ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് അവന്റെ പാപങ്ങൾ അതുവഴി കഴുകിക്കളയുകയാണ്, ഇല്ലാതാക്കുകയാണ്. അപ്പം അത് മുഖേന പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക. ഇസ്ലാം ആ നിലയ്ക്ക് ഒരു രോഗത്തെ പോലും പോസിറ്റീവായി കണ്ട് നിങ്ങൾക്കതിൽ നിന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ, അതിന് വേണ്ട രൂപത്തിലുള്ള ഒരു മനോഗതി നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്നാണ് ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നത്. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി അബിൽ മുഅ്മിനതി ഫീ ജസദിഹി വഫീ മാലിഹി വഫീ വലദിഹി ഹത്താ യൽഖല്ലാഹു വമാ അലൈഹാ മിൻ ഖതായായ. അവരുടെ പാപങ്ങൾ പൊറുക്കാണ്. ധനത്തിലോ അവന്റെ കുട്ടികളിലോ സ്വന്തം ശരീരത്തിലോ തന്നെയും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി ബലാ ഉണ്ടായാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനുള്ള അവസരമായിട്ടാണ് നമുക്കതിനെ പരിചയപ്പെടുത്തിയത്. ഇപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരും രോഗത്തെ നെഗറ്റീവായി കാണേണ്ടതില്ല. ആ രോഗം വഴി എനിക്ക് അല്ലാഹു ഖൈറ് നൽകും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. എന്നിട്ടോ അത് വിചാരിച്ചിങ്ങനെ വീട്ടിലിരിക്കുക, അല്ല അത് വിചാരിച്ചിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണോ വേണ്ടത്? അല്ല, എന്താണോ നിങ്ങൾക്ക് ബാധിച്ചത് ആ ബാധിച്ചതിന് വേണ്ട ചികിത്സ നിങ്ങൾ തരണം. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫഇദാ ഉസീബ ദവാഉ ദാഇ ബറഅ ബിഇദ്നില്ലാഹി അസ്സ വജല്ല. നിങ്ങൾ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചികിത്സിക്കണം? അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നമ്മൾ നൽകുന്ന ഏതെങ്കിലും ഒന്നിലൂടെ, മരുന്നുകളിലൂടെ അള്ളാഹു അതിന് ശിഫ നൽകും എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായി വേണ്ടത്, രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് എന്താണ്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ചികിത്സിക്കാൻ നമ്മൾ തയ്യാറാകണം, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും വേണം. അപ്പം നമ്മൾ ആദ്യം ചികിത്സ തേടണം, പിന്നെ പ്രാർത്ഥന വേണം. മറ്റൊന്നിൽ പറഞ്ഞത്, നിങ്ങൾ എന്ത് സംഭവിച്ചാലും പ്രാർത്ഥിക്കുക, എന്നിട്ട് അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഭൗതിക തലത്തിലുള്ള സംഗതികൾ അത് നിങ്ങൾ ചെയ്യുക. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉദാഹരണം തന്നെ പ്രവാചകൻ അതിന് പഠിപ്പിച്ചതായി കാണാൻ കഴിയും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പ്രവാചകന്റെ കൂടെയുള്ള മരുമകനായ അലി റളിയല്ലാഹു പറയാണ്, പ്രവാചകൻ ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു തേള് പോലത്തെ ഒരു സംഗതി വന്ന് കുത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞ് ഉടനെ പറഞ്ഞു, ലഅനല്ലാഹുൽ അഖ്റബ്, ആ തേളിനെ അല്ലാഹു ശപിക്കട്ടെ. മാ തദഉ മുസല്ലിയൻ വലാ ഗൈറഹു ഔ നബിയൻ ഔ ഗൈറഹു, നബിയാണെന്ന് പരിഗണിക്കാതെ ആ ചെയ്തത് കൊണ്ട് അതിനെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു, കൊന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉപ്പും ജലവും കൊണ്ടുവരാൻ. അങ്ങനെ രണ്ടും കൂടി കലർത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കുത്തിയ ഭാഗത്ത് പുരട്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, നമ്മളപ്പോ ചെയ്യേണ്ടത് ഇതിന് കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട രൂപം അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുകയാണ്. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ചെയ്തത് എന്താണ്? ആ പറ്റിയ സംഗതിക്ക് പറ്റിയ ഒരു മരുന്ന് അള്ളാഹിന്റെ റസൂൽ ഉണ്ടാക്കാൻ. എന്നിട്ട് റസൂൽ എന്ത് ചെയ്യുന്നു? അത് ഉപയോഗപ്പെടുത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഏറ്റവും വലിയ ഒരു മരുന്നാണ്. اللهم اذهب البأس رب الناس اشف انت الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന, ഈ പ്രാർത്ഥനയൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ചില രോഗങ്ങൾ നമുക്കറിയാം, രോഗം പോയി എന്ന് നമ്മൾ കരുതും. പോയി എന്ന് കരുതി നമ്മൾ വീണ്ടും അങ്ങ് ഇറങ്ങുമ്പോഴാണ് ആ രോഗം വീണ്ടും അങ്ങ് തിരിച്ചു വരാൻ.
ലാ യുഗാദിറു സഖമ, പടച്ചോനെ ഇനി ആ നിലക്കുള്ള ഒരു വേദന ഇല്ലാത്ത വണ്ണം അതിനെ മാറ്റിത്തരാൻ വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഇസ്ലാം ആവശ്യപ്പെടുക. അപ്പൊ ഒന്ന് നമ്മൾ വേണ്ടത് ഇസ്ലാമിലെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഏതാണോ ആ ചികിത്സിക്കാൻ പറഞ്ഞ മാർഗം ഏത് നമുക്ക് അവലംബിക്കാം, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതികൾ അവലംബിക്കാം. എന്നിട്ട് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു മരുന്നാണ്. അല്ലാതെ ഏതെങ്കിലും രോഗമുണ്ടാകുമ്പോഴും ചികിത്സിക്കാതെ ഏതെങ്കിലും മന്ത്രവാദികളെ സമീപിച്ചുള്ള ഒരു ചികിത്സ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു മന്ത്രം ഇസ്ലാമിലുണ്ട്. ഏതാ ഇസ്ലാമിലെ മന്ത്രം? ഖുർആൻ ആയത്തുകളാണ്. അള്ളാഹുവിനോട് നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളാണ് ഇസ്ലാമിലെ മന്ത്രം എന്ന് പറയുന്നത്. ആ കാര്യം നമ്മൾ നിർവഹിക്കുക, ചെയ്യാനുള്ളത് ചെയ്തിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് രോഗവും എന്തൊരു സംഗതിയും മാറ്റുന്നത് റബ്ബാണ്. ആ റബ്ബിനോട് നമ്മൾ തേടാം. അപ്പൊ അത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്കത് തരുന്നത്. നമ്മൾ മറന്നു പോകുമ്പോ, നമ്മൾ വിസ്മരിച്ചു പോകുമ്പോ, നമ്മൾ ജീവിതത്തിന്റെ ക്രമം തെറ്റി ഓടുമ്പോ നമ്മളെ ഒന്ന് നേരെയാക്കാൻ വേണ്ടി അള്ളാഹു തരാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിലേക്കൊന്ന് മടങ്ങിയാൽ മതി. പരീക്ഷണം ഉണ്ടാവും. ഇത് ബലാഇന്റെ ലോകമാണ്. നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് ഏതിനു വേണ്ടിയാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇവിടേക്ക് വന്നത് ആഖിറത്തിലേക്ക് വേണ്ടി പോകാനാണ്. നമ്മൾ ഇവിടെ സ്ഥിരമായി താമസിക്കാൻ വേണ്ടി വന്ന ആളുകളല്ല. നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹു ആഖിറത്തിലേക്കാണ്. അപ്പൊ ഇവിടെ കുറച്ചു കാലം നമ്മൾ നോക്കുന്ന സമയത്ത് സ്വാഭാവികമാണ് ഇവിടെ ചില ടെസ്റ്റുകൾ ഉണ്ടാവും. അത് ഈമാനിന്റെ അളവനുസരിച്ച് ടെസ്റ്റിങ് കൂടും. അപ്പൊ ആ കൂടുന്ന ടെസ്റ്റുകൾക്കിടയിൽ ചിലപ്പോൾ രോഗങ്ങൾ ടെസ്റ്റായി വരും. പ്രവാചകന്മാർക്ക് ബാധിച്ചിട്ടുണ്ട്. അവരൊക്കെ ചെയ്തത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഖബറിന്റെ അടുത്ത് പോയി അവരെന്തെങ്കിലും ഒക്കെ കോപ്രായങ്ങൾ കാണിച്ചതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരൊക്കെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അവര് രോഗത്തിന് വേണ്ട ചികിത്സ തേടിയിട്ട് പടച്ചതമ്പുരാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് മന്ത്രവാദം എന്ന് പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ, ഇപ്പൊ ഇസ്ലാമിക് മന്ത്രവാദം, അതുപോലെ പ്രവാചകനിക്ക് മന്ത്രവാദം തുടങ്ങി പലതരത്തിലുള്ള പല ടൈപ്പ് മന്ത്രവാദങ്ങളുമുണ്ട്. അവിടെയൊക്കെ എന്താ നടക്കുന്നത്? ഇപ്പോൾ ഈ നടത്തുന്ന ആളുകൾ തന്നെ പറയാണ്, ഇത് അവസാനം ചെന്നുപെടുക വ്യഭിചാരത്തിലാണ്, അല്ലെങ്കിൽ ഇത് അവസാനം ചെന്നുപെടുക ചൂഷണത്തിലാണ്. ഇത് നടത്തുന്ന ആളുകൾ തന്നെ അവർ തന്നെ പറയാണ് അധിക സംഗതികളും ഇതിലെ തട്ടിപ്പാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരു രംഗേതാ. ഇപ്പൊ നമുക്കറിയാം, ആശുപത്രികളായാലും ആശുപത്രികൾ ഉണ്ടാകുന്ന എന്തുകൊണ്ടാ? മനുഷ്യന്റെ ഒരു ദുർബലതയാണ് ഈ രോഗം ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആലോചിക്കി, ഒരു രോഗം അള്ളാഹു തരുമ്പോ നമ്മുടെ മനസ്സ് തളരാൻ. ഈ തളരുന്ന സന്ദർഭത്തിൽ അവിടെയാണ് ഈ ചൂഷകന്മാർ അധികവും വരിക. മനസ്സൊന്ന് പേടിക്കുന്നിടത്ത് ചൂഷകന്മാർ വരും. മനസ്സ് പേടിക്കലപ്പോഴൊക്കെ അള്ളാഹുവിൽ നിന്ന് വിട്ടുപോയാൽ നമ്മുടെ മനസ്സ് പേടിക്കും, നമ്മൾ ആകെ ബേജാറാവും. അപ്പൊ ഏതാ ആളുകൾ വരും, നിങ്ങളുടെ മനസ്സ് ബേജാറാണ്ട, ഇന്ന സ്ഥലത്തേക്ക് നേർച്ച ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഈമാൻ എവിടെ പോയോ അവിടെ ചൂഷകന്മാർ വരും. മറ്റൊന്ന്, നമ്മൾക്ക് മനസ്സ് ദുർബലപ്പെടുന്നത് രോഗമുണ്ടാകുമ്പോഴാ. എന്തെങ്കിലും ഒരു രോഗത്തിന്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞ് ഇത് ഇന്ന രോഗമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തളർന്നു പോകും. അപ്പോഴേക്കും ആളുകൾ വരും, നിങ്ങൾ പേടിക്കേണ്ട, തളരേണ്ട, നിങ്ങൾ ഇന്നാരിന്ന ഔലിയുടെ അടുത്തേക്ക്, ഇന്നാരിന്ന മന്ത്രവാദിയുടെ അടുത്തേക്ക്. എന്തുകൊണ്ടാണ് നമ്മൾ പോണത്? നമ്മുടെ മനസ്സ് അത്രയും ദുർബലമായി കിടക്കുകയാണ്. ആ ദുർബലതയിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത് പടച്ചതമ്പുരാനെ കൊണ്ടുള്ള ഓർമ്മകളാണ്, അള്ളാഹുവിനെ കൊണ്ടുള്ള ഓർമ്മകളാണ്. അങ്ങനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ ഒരു രോഗം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകണം എന്നാണ് നിശ്ചയിച്ചതെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പോകും. ഇനി അതല്ല, ആ രോഗം കൊണ്ട് നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ ഈമാനിനെ പരീക്ഷിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വിജയിക്കുകയല്ലേ വേണ്ടത്, പരാജയപ്പെടുകയല്ലല്ലോ വേണ്ടത്. പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ ദുർബലനായി ഏതെങ്കിലും മന്ത്രവാദി എടുത്തു പോകും, എന്നിട്ട് നമ്മൾ പല മന്ത്രവും ഹോമവും ചെയ്യും, പലതും അവിടെ കൊടുത്തുപോലും അള്ളാഹുവിൽ നിന്ന് നമ്മൾ വിട്ട് ഇയാളിൽ നമ്മൾ തവക്കുൽ ചെയ്യും. അങ്ങനെ ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമ്മൾ വീണ് അദ്ദേഹം ചെയ്യാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യും. അതിനെന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ പേടിയായി
ആകെ ബേജാറാകുക. ആ ബേജാർ ഒരിക്കലും രോഗത്തെ ശിഫയാക്കൂല, രോഗത്തെ വളർത്തുക. എന്നാൽ റബ്ബിലേക്ക് മടങ്ങിയാലോ, തന്നത് റബ്ബാണ്. ആ തന്ന റബ്ബിനറിയാം എന്താണ് ആ രോഗത്തിന് കാരണമെന്ന്. ആ രോഗത്തിന്റെ കാരണം റബ്ബങ്ങ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ ആ രോഗം പിന്നെ ആ രോഗം ഉണ്ടാവും. അതിനെന്ത് ചെയ്യണം? ആത്മാർത്ഥമായി പടച്ചവനോട് പ്രാർത്ഥിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രോഗമുള്ളവർ അത് മറ്റുള്ളവരിലേക്ക് പകർത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. രോഗമുണ്ടായി കഴിഞ്ഞാൽ ആ രോഗം മറ്റൊരാൾക്ക് ഉണ്ടാകുന്നതിനെ തൊട്ട് ഇയാൾ ശ്രദ്ധിക്കണമെന്നാണ്. രോഗമില്ലാത്തവർ അത് തനിക്ക് വന്നുപെടാതിരിക്കാൻ വേണ്ടിയുള്ള സൂക്ഷ്മത പുലർത്തിയും വേണം. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രോഗമുള്ള ആള് മറ്റുള്ള ആൾക്ക് കൊടുക്കുന്നതിനെ തൊട്ട് സൂക്ഷിക്കണം. രോഗമില്ലാത്ത ആൾ രോഗമുണ്ടാകുന്ന അവസ്ഥ വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ അവനും എടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇദാ സമിഅതും ബിൽ ബിൽ അർദ് ഫലാ തുഖദ്ദിമു അലൈഹി വഇദാ വഖഅ ബിൽ അർദ് വഅൻതും ബിഹാ ഫലാ തഖ്റജു ഫിറാറ. നിങ്ങൾ ഒരു ഭൂമിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്തൊരു ഒരു രോഗമുണ്ട് എന്നറിഞ്ഞാൽ അവിടേക്ക് നിങ്ങൾ പോകരുത്, അവിടെയുള്ള ആളുകൾ പുറത്തേക്കും പോകരുത്, കാരണം ആ രോഗം പരക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു കൂട്ടരോടും കൃത്യമായ നിർദ്ദേശം കൊടുത്തു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നബി അങ്ങനെ പറഞ്ഞത്? നബി ഒരു വെറുതെ വർത്താനം പറഞ്ഞല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശുദ്ധിയുടെ മതമാണ്, വൃത്തിയുടെ മതമാണ്. വൃത്തിയാണ് ഇസ്ലാമിന്റെ, ഈമാനിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ വൃത്തി. അപ്പം ആ ഒരു എന്തെങ്കിലും ഒരു തകരാറ് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുഖേന മറ്റുള്ള അശുദ്ധി ഉണ്ടാവരുത്, അത് അവിടെ തീർക്കണം, അതിനു വേണ്ടിയുള്ള ക്രമം ഉണ്ടാക്കണം. അപ്പോ വിശുദ്ധിയുടെ ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠങ്ങൾ പോലും പ്രിയപ്പെട്ടവരെ നോക്കൂ, മനുഷ്യന് എത്ര ആശ്വാസമാണ്. പശ്ചാത്തപിക്കുന്നവരെ, അതായത് ഒരു രോഗമാണ് ഏത് ഈ ചീത്ത ചെയ്യുക എന്നത്, മനസ്സിന്റെ ഒരു രോഗമാണ്. അതിന്റെ മരുന്ന് എന്താണ്? തൗബയാണ്. മറ്റൊരു രോഗമാണ് വൃത്തിയില്ലാത്ത ശരീരത്തിന് അഴുക്കുകൾ വന്നു കഴിഞ്ഞാൽ രോഗം ഉണ്ടാകും. അതിന്റെ ശുദ്ധീകരണമാണ് വുദു എടുക്കുക, അതുപോലെ കുളിക്കുക. ഇതൊക്കെ ഇസ്ലാം പറഞ്ഞതാണ്. ഇതൊക്കെ നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ റബ്ബിന് ഇഷ്ടമാണ്. അപ്പൊ റബ്ബിന്റെ ഇഷ്ടം നടപ്പാക്കി പ്രവൃത്തികളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കി ഒരു രോഗമുള്ള ഒരാൾ മറ്റൊരാൾക്ക് പകർത്താതിരിക്കുന്നത് പോലും അദ്ദേഹത്തിന് ഗുണമാണ്. പ്രവാചകന്റെ സുന്നത്താണ് അയാൾ നടപ്പിലാക്കുന്നത്. അതുവഴി അദ്ദേഹത്തിന് കൂലിയാണ്. നോക്കൂ, നമ്മളൊരു പ്രൊട്ടക്ഷൻ സ്വീകരിക്കുന്നു. മറ്റുള്ള ആളുകളിൽ നിന്ന് ഒരു രോഗം കാണാൻ നമ്മൾ പോവാണ്, നമ്മൾ മാസ്ക് ഒക്കെ ധരിച്ചു പോകുന്നത് നമുക്കതുവഴി കൂലിയാണ്. നമ്മൾ ആ രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴേ കൂലി ഉണ്ടാവും. ഏതോ ഒരു മാസ്ക് എടുത്താണ് ധരിച്ച് കൂലി കിട്ടൂല. നമ്മൾ ചെയ്യുന്നത് പ്രവാചകന്റെ ഒരു സുന്നത്ത് ഞാൻ ചെയ്യുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു കാര്യം നമ്മൾ നിർവഹിച്ചു നോക്കൂ, അതിന് കൂലിയാണ് പ്രിയപ്പെട്ടവര്. ഏതൊരു പ്രവർത്തനത്തിനും ഇസ്ലാമിന് കൂലിയാണ്, ഏതിനും കൂലി. അതെന്ത് വേണം? അള്ളാന്റെ റസൂലിന്റെ കൽപ്പന പ്രകാരം ഞാനിത് ചെയ്യുന്നത്. ഒരാളെ കണ്ട് പുഞ്ചിരിക്കുക, എപ്പോഴും ചിരിക്കുന്നുണ്ട്, ഓന്റെ മനസ്സിൽ എന്താ വെച്ചിട്ടുണ്ടോ, അള്ളാന്റെ റസൂല് പറഞ്ഞൊരു സ്വതക്കയാണ്. ഒരാൾ വരുന്നുണ്ട്, നിങ്ങൾക്കൊരു സ്വതക്ക കൊടുക്കണം. എന്താ സ്വതക്ക? മൂപ്പരെ കണ്ടൊന്ന് പുഞ്ചിരിക്കുക. ഈ ഒരു മനസ്സിന്റെ ഉദ്ദേശത്തോടു കൂടി അയാളൊന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ദിവസം ലഭിക്കുന്നത് എത്ര പുണ്യാണ്. പക്ഷെ ഒരു പുണ്യവും കിട്ടാതെ നമ്മൾ എത്ര ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിൽ നമ്മളോട് ഇസ്ലാം കൽപ്പിക്കുന്നതെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. എന്നാൽ രോഗം വന്നാല് ഇപ്പൊ പുതിയൊരു ട്രെൻഡ് എന്താ വെച്ചോ, രോഗം തന്നത് ദൈവം തന്നെ മാറ്റിക്കൊള്ളൂ. എന്നിട്ട് രോഗം വന്നിട്ട് ചികിത്സിക്കാതിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു സംഗതിയാണ്. ദൈവം തന്നത് ദൈവം തന്നെ മാറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുപോലെ ഇപ്പം ഏത് രോഗമായാലും ഗർഭകാലം എന്ന് പറയുന്നത്, ഗർഭവും പ്രസവവും എന്നത് ഒരു രോഗമല്ല. പക്ഷെ അതെന്താണ്? അതിന് ആ ഗർഭിണികളായ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസം വിശുദ്ധ ഖുർആൻ പറയുന്നു, വഹ്നൻ അലാ വഹ്നിൻ, പ്രയാസത്തിന് മേൽ പ്രയാസം. അപ്പൊ എളുപ്പം നൽകാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതുണ്ടോ അവിടെ തെരഞ്ഞെടുക്കാം. അത് ഏതിലാ ഉള്ളത് അത് തെരഞ്ഞെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അപ്പോ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രയാസമുള്ള ഒരു സമയത്ത് ആ പ്രയാസത്തെ ലഘൂകരിക്കാൻ ആവശ്യമായ എന്തൊക്കെ ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ടോ അവിടെ
കൊണ്ടുപോയി ആക്കുക എന്നതാണ് ഇസ്ലാം പറഞ്ഞത്. അല്ലാതെ അവരെ കൊണ്ടുപോയിട്ട് വേദനയുടെ മേൽ പിന്നെയും വേദന ഉണ്ടാക്കിയിട്ട് മരണപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയല്ല വേണ്ടത്. സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലത് ഏതാണോ അത് തെരഞ്ഞെടുക്കാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും രോഗത്തിന്റെ പേരിൽ വരെ ഇതിങ്ങനെ പറയാൻ കാരണം സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ അറിയാം എന്തൊരു ഇസ്ലാമാണ്. ഇസ്ലാം ഇത്രയേറെ ഒരു പുരോഗതിയില്ലാത്ത, മനുഷ്യരോട് പറയാൻ പറ്റാത്ത ഒരു മതമായിട്ടാണ് പലരും ചിത്രീകരിക്കുന്നത്. എന്നാൽ അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. ഇപ്പൊ വഖഫ് ബില്ല് വന്നപ്പോഴാണ് എല്ലാ ന്യൂജൻ ആളുകൾ വരെ വഖഫിനെ പറ്റി പഠിച്ചു. ഇസ്ലാമിന്റെ ഒരു ഗുണം അതാണ്. ഏതിനെയാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ഏതൊരു സംജ്ഞയെയാണോ പുറത്തേക്ക് എടുത്തിരുന്നത് അത് ആളുകൾ പഠിക്കും. പഠിക്കുമ്പോഴാണ് ഇത് നല്ലൊരു സംഗതിയാണല്ലോ, എന്തിനാ ഇത് എതിർക്ക്. അമുസ്ലിങ്ങളായ ആളുകൾ വരെ, ഇസ്ലാമിനെ എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ വരെ ഇതിനെ പഠിച്ചപ്പോ ഒരു മനുഷ്യൻ അയാളുടെ സ്വത്ത് നിന്നാണല്ലോ, ആരാന്റെ സ്വത്ത് എടുത്തിട്ട് കൊടുക്കല്ലോ, അവനാന്റെ സ്വത്തുനിന്ന് ഒരു സെന്റ് കൊടുക്കുക. എന്തൊരു മനസ്സിന്റെ വിശാലതയാണ് ഇത്. വല്ലാത്ത മനുഷ്യരാണല്ലോ എന്നിടത്തേക്ക് അപ്പൊ എത്തുന്നത്. നോക്കി, എന്താണോ ആളുകൾ വിചാരിച്ചത് നേരെ ഉൾട്ടായിട്ടാണ് വരിക. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ മതമാണ്. അതുപോലെ രോഗം എന്നതിനെ സംബന്ധിച്ച് ഇസ്ലാം അത്രയേറെ മോശമാണ് എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ ഇസ്ലാമിലെ ചികിത്സാ രീതികളെ പറ്റി പഠിച്ചപ്പോ ഇസ്ലാമിലെ ഏറ്റവും പ്രഗത്ഭരാണ് ഇന്നത്തെ വൈദ്യശാസ്ത്രം MBBS പഠിക്കുന്ന പുസ്തകം എഴുതിയ ഇബ്നു സീന. അത്തിബ് എന്ന മെഡിസിൻ രംഗത്ത് അവരുടെ മഗ്ന കാട്ട എന്ന് പറയപ്പെടുന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇബ്നു സീനയാണ്, മുസ്ലിമാണ്. നോക്കൂ, ഇത് ഉണ്ടാക്കിയത് പോലും ഇതിന് വൈദ്യശാസ്ത്ര രംഗത്ത് പോലും മാർഗനിർദ്ദേശം നൽകിയ ഒരു സമൂഹത്തിന്റെ പിന്മുറക്കാരാണ് ഇവർ എന്നിടത്തേക്ക് പഠനത്തിന് നല്ലതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ നന്മ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇസ്ലാമിന്റെ നന്മയെ സംബന്ധിച്ച്, ഇസ്ലാം ഓരോ രംഗത്തും കാണിച്ചുള്ള നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മുടെ ബാധ്യത. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇസ്ലാമിന്റെ നന്മയെ സംബന്ധിച്ച്, ഇസ്ലാമിന്റെ മഹാസിനികളെ സംബന്ധിച്ച് ആളുകൾക്ക് ബോധ്യപ്പെടുത്തുകയും അത് സ്വയം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് രണ്ടാം ഖുത്ബയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ പറ്റിയും നമ്മുടെ ചുറ്റുപാടിനെ പറ്റിയും അല്പം ഒന്ന് ആലോചിക്കുക. നമുക്ക് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സാധനങ്ങളൊക്കെ വില ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അങ്ങനെ നമ്മുടെ സ്ത്രീകളൊക്കെ വിവസ്ത്രരായി വസ്ത്രം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പള്ളികൾ നല്ല മോടി ഇങ്ങനെ കൂടുന്നുണ്ട്, പള്ളിക്കകത്ത് ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാം ശാസ്ത്രീയമാണ്, വ്യവസ്ഥാപിതമാണ്. പക്ഷെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്നിടത്ത് അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആളുകൾ നമ്മൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുന്ന ആളുകൾ, അല്ലെ മോഷ്ടാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ പണ്ടത്തെ കള്ളനല്ല, ഇന്നത്തെ ആധുനിക മോഡലുള്ള മോഷ്ടാക്കൾ വാഴ്ത്തപ്പെടുന്ന ഒരു കാലമാണ്. നമുക്കറിയാം, ധർമ്മത്തിന് വേണ്ടി പോരാടുന്ന ആളുകൾ ബന്ധിതരാകുന്ന ഒരു കാലമാണ്. വ്യഭിചാരം എന്ന് പറയുന്നത് സാർവത്രികമാണ്. അതായത് നമ്മൾ വ്യഭിചാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടച്ചിട്ട റൂമിൽ എപ്പോഴെങ്കിലും നടക്കുന്ന ഒന്നായി കണ്ടിരുന്നിടത്ത് മാറി വ്യഭിചാരം എന്നത് അത് നിർബാധം നമുക്ക് ചുറ്റിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിവാഹങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള വിവാഹങ്ങൾ കച്ചവടവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ പുരുഷന്മാരെ അടക്കി ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തു പറഞ്ഞാലും ഒരു സ്ത്രീക്ക് വേണ്ടത് ഏറ്റവും പ്രധാനം
ഒരു ലജ്ജയാണ്. ആ ലജ്ജ പോലും ഇല്ലാതെ ആ ഒരു ആണിനെ പോലെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു ഘട്ടം നമ്മുടെയൊക്കെ ചുറ്റിലും ഇങ്ങനെ കാണുകയാണ്. മുസ്ലിം നാടുകൾ പരീക്ഷിക്കപ്പെടുകയാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് തണലേകുന്ന ആളുകൾ കുറഞ്ഞു വരികയാണ്. നാം എന്താ ചെയ്യാം? ഈ സന്ദർഭത്തിൽ നമ്മോട് ചെയ്യാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഞാൻ ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ നോക്കിയപ്പോ ഓരോന്ന് കണ്ടത്, ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. ചുറ്റിലും ഇങ്ങനെ പലതും നടക്കും. നിങ്ങൾ പശ്ചാത്തപിച്ചാൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ ഈ മോശത്തരത്തിന് പകരം അള്ളാഹു നിങ്ങളുടെ അത് പുറത്ത് മാപ്പാക്കി നിങ്ങൾക്ക് നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നേക്കാം. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യേണ്ടത് നല്ല രൂപത്തിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ചെയ്യാം. അതിന് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ വിഷയത്തിലും ചെറിയൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. വളരെ ഗൗരവത്തിൽ പറയാണ്, ചെറിയൊരു ശ്രദ്ധ. അപ്പൊ നോക്കി, നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ചെയ്യുന്നത് ഒരു ഓട്ടസഞ്ചിയിൽ നമ്മളൊരിക്കൽ സംഗതി എടുത്തു വെക്കുന്നത് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ നന്നായി വുളു ചെയ്യുന്നുണ്ട്. വുളു ചെയ്യുക എന്നത് നല്ലൊരു സംഗതിയാണ്. നന്നായി വുളു ചെയ്യുന്നു, എന്താ ഓട്ടസഞ്ചി, എന്നാൽ ഇപ്പുറത്ത് ധാരാളം വെള്ളം ചെലവഴിക്കുന്നു. അപ്പൊ എന്തായി? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പാഴായി. ചുറ്റിലും ഇങ്ങനെ പല സംഗതി നടക്കുമ്പോ അള്ളാഹ് പറഞ്ഞു പശ്ചാത്തപിക്കാൻ. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നല്ലോണം ചെയ്യ്, നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യ്. പക്ഷെ ചെയ്യുന്നത് എന്താ? ഓട്ടസഞ്ചികളാണ്. നമ്മൾ വുളു എടുക്കുന്നു, അപ്പുറത്ത് ജലം പാഴാക്കുന്നു. നമ്മൾ ദരിദ്രർക്ക് അവർക്ക് നമ്മൾ സഹായിക്കാൻ വേണ്ടി പല നിലക്കും ദരിദ്രർക്ക് വേണ്ടിയുള്ളൊക്കെ ചെയ്യും. എന്നാൽ അവരെ നല്ല പോലെ ഉപദ്രവിക്കുക, അവരെന്താ പറയാ, അവരുടെ ഒരു ഇരയാക്കി മാറ്റുന്ന ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ നമ്മൾ അടിമയായി മാറുന്ന ഒരു അവസ്ഥ പലയിടത്തുണ്ട്. അപ്പൊ അതൊരു ചോരുന്ന സഞ്ചിയാണ്. അതുപോലെ നമ്മൾ പകലിൽ നോമ്പനുഷ്ഠിക്കും, രാത്രി നമ്മൾ നിന്ന് നമസ്കരിക്കും. ഇതേ മനുഷ്യൻ പകല് നോമ്പോറ്റ് രാത്രി നിസ്കരിച്ച മനുഷ്യൻ കുടുംബ ബന്ധം ചേർക്കുന്നിടത്ത് പരാജയം. അവൻ ഓട്ടസഞ്ചിയാണ്. ഈ നിസ്കാരം ആ നോമ്പ് ഒരു കാര്യമല്ല, അങ്ങനെ പോവാണ് അതുപോലെ നമ്മൾ ആലോചിക്കും, നല്ലോണം പ്രയാസപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നോമ്പ് നോൽക്കാം. പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന ആ ആളുകൾ തന്നെയാണ് ഒരാളെ കണ്ടാൽ പരദൂഷണം പറഞ്ഞ് ഈബത്ത് പറഞ്ഞ് അയാൾ നടക്കുന്നത്. അയാൾ ഓട്ടസഞ്ചിയാണ്. ആ നോമ്പുകൊണ്ട് അയാൾക്ക് ഒരു ഗുണം കിട്ടുന്നില്ല. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോന്നും പരിശോധിച്ച് നോക്കിയാൽ കാണാം. നോക്കി, സ്ത്രീകൾ നല്ലപോലെ വസ്ത്രം ധരിക്കും, നല്ലപോലെ വസ്ത്രം, ഇസ്ലാമികപരമായ വസ്ത്രം ധരിച്ച് നടക്കും. എന്നാൽ അതിന്റെ മുകളിൽ ഭയങ്കര പെർഫ്യൂംസ്, നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ആളുകളെങ്ങനെ മയക്കുന്ന തരത്തിലുള്ള പെർഫ്യൂം ധരിക്കും. അതൊരു ഓട്ടസഞ്ചിയാണ്. അതുപോലെ പലപ്പോഴും ആളുകൾ നല്ല രൂപത്തിൽ അതിഥികളെ സൽക്കരിക്കും. അതിഥികളെ എങ്ങനെ വീട്ടിലേക്ക് സൽക്കരിച്ച് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കും. അയാൾ അങ്ങോട്ട് ഇറങ്ങിയാലോ അയാളെ പറ്റി മോശം പറയും. ആ ചെയ്തത് അതിലൊരു ചോർന്നു പോവാണ്. അതുപോലെ ചില ആളുകൾ പുഞ്ചിച്ച് സലാം പറയും. കണ്ടാ വിചാരിക്കും, എന്ത് നല്ല മനുഷ്യന്മാര്. അയാൾ അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ അയാളെ പറ്റി, ഞാൻ സലാം പറഞ്ഞ ആളില്ലേ, അയാൾ ആരാന്നറിയും, പറ്റ പോക്ക എന്ന് പറഞ്ഞ് പിന്നെ അയാളെ പറ്റി മോശം പറയും. അപ്പൊ ഈ ചെയ്തത് ഇപ്പുറത്തുകൂടി പാഴാക്കുന്ന പ്രവർത്തനങ്ങളായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങൾ മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ചുറ്റിലും ഇങ്ങനെ വരിക. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തിട്ടുണ്ടോ? ചെയ്യുന്നത് റബ്ബേ നിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആരെക്കുറിച്ചും നെഗറ്റീവ് ചിന്തിക്കാതെ നമ്മൾക്ക് എതിരെ എന്ത് ചെയ്താലും വേണ്ടില്ല, റബ്ബിന് വേണ്ടി, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാ ഞാൻ ഈ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തു നോക്കൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ചെയ്ത കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ അള്ളാന്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചെയ്ത ആളുകളുണ്ട്. അവരനുഭവിക്കുന്ന ചില മാനസികമായ സുഖങ്ങളെ പറ്റി സ്വകാര്യമായി സംസാരിക്കുമ്പോൾ അവരിങ്ങനെ പറയുമ്പോഴാണ് അള്ളാഹ് അവർക്ക് കൊടുക്കുകയാണ്. ഓട്ടസഞ്ചില്ലാത്ത നല്ല സഞ്ചി ഉപയോഗിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകും. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായ ഒരു നിർദ്ദേശം, രണ്ട് കാര്യം കൂടി. ഹജ്ജിന്റെ നിർദ്ദേശം നല്ല കർശനം.
ഹജ്ജിന്റെ നിർദ്ദേശം വെച്ചാൽ പൈസ ഉള്ളോ ഹജ്ജ് ചെയ്യണമെന്നാ. എന്നാ നോക്കൂ, ആ ഹജ്ജ് ചെയ്യാൻ പോകാൻ പൈസ ഉള്ള ആള് തന്നെ എത്ര പൈസ മുടക്കിയിട്ടാ നല്ല ടൂറ് പോണത്. ഓക്കെ, എത്ര പൈസ മുടക്കിയിട്ടാ ഏറ്റവും നല്ല ടൂർ പോകാൻ അവനൊരു പ്രശ്നവുമില്ല. എന്നാൽ അതുപോലെ ബലി, ഇപ്പൊ നമ്മുടെ ബലികർമ്മത്തിന് വരാൻ പോവാ, ബലി ഇറക്കാൻ കൽപ്പിച്ചത് നല്ല കൽപ്പനയാണ്. പക്ഷെ ബലി ഇറക്കാൻ കൽപ്പിച്ച ആള് ബലിക്ക് കൂടാതെ ഏറ്റവും നല്ല ഫോൺ ഇറങ്ങിയാൽ ഓനത് വാങ്ങാൻ റെഡിയാണ്. ഓക്കെ, ഇങ്ങനെ ഇതൊക്കെ ഒരു മനുഷ്യർ ഒന്നൊന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്നത് അള്ളാഹുവിന്റെ കാര്യങ്ങളെ അവഗണിക്കുകയും ദുനിയാവിന്റെ കാര്യങ്ങളെ ഏറ്റവും നല്ല പോലെ പരിഗണിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ. ഇപ്പോ ഒരു നാട്ടിലിറങ്ങുന്ന എല്ലാ പത്രവും വായിക്കുന്ന ആൾക്കാരും ആളോട് ചോദിക്കുക, നിങ്ങൾ പത്രമൊക്കെ വായിച്ചു കഴിഞ്ഞു? ആ മൂപ്പര് എല്ലാ പത്രവും വായിച്ചിട്ടുണ്ടാവും. ഇന്ന് രാവിലെ ഒരു പേജ് ഖുർആൻ ഓതിയോ? വേണ്ട, ഒരു പേജ് വേണ്ട, ഒരു 4-5 ആയത്ത് ഓതിയോ? ആ ഖുർആൻ ഓതാൻ ഇങ്ങോട്ട് കഴിയുന്നില്ല. ഈ പത്രമൊക്കെ വായിക്കുന്ന മനുഷ്യൻ ഒരു പേജ് ഖുർആൻ ഓതാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നൊന്ന് മാറിയാൽ നോക്കി അയാൾക്ക് എത്ര കൂലിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നമ്മളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. ഇപ്പൊ നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് പടച്ചോന്റെ സഹായമാണ്. ഫിർഔനെ രക്ഷിച്ച, ഫിർഔനിൽ നിന്ന് മൂസായെ രക്ഷിച്ച അള്ളാഹുവിന്റെ സഹായം, നമ്രൂദിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ രക്ഷിച്ച അള്ളാഹുവിന്റെ സഹായം, ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും അബൂജഹലിന്റെയും ഖുറൈശികളായ നേതാക്കന്മാർ, അവിടുത്തെ കിങ്കരന്മാരിൽ നിന്ന് പ്രവാചകനെ രക്ഷിച്ച അള്ളാഹുവിന്റെ സഹായം നമുക്ക് വേണോ? നമ്മളൊന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ മതി. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നമ്മൾ അള്ളാഹു പൊതിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളെല്ലാം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മാനസികമായ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾ അള്ളാഹുവെ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, എൻ്റെ ഒരു അമ്മായി വളരെ കാലം മാനസികമായ പ്രയാസങ്ങളിലൂടെ കഴിഞ്ഞുപോയി. അവര് വല്ലാത്തൊരു ജീവിതം, ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങള് ഇത്രയേറെ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണെങ്കിൽ കൊടുക്കും എന്ന് ഞങ്ങളൊക്കെ വിചാരിക്കുന്ന ഞങ്ങളുടെ അമ്മായി ഇന്നലെ ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയി. മാനസികമായ പ്രയാസം മൂലം ഒരുപാട് വേദനകൾ അനുഭവിച്ച അമ്മായി, ഒരുപാട് വേദനകൾ ഓരോരുത്തർക്കും കാണാൻ പറ്റുന്ന തരത്തിൽ വേദനകളിലൂടെ കടന്നുപോയ അമ്മായി അസുഖം മാറുന്ന സന്ദർഭത്തിലൊക്കെയും പള്ളിയിലേക്ക് വരാനും ആളുകൾക്ക് സേവനം ചെയ്യാനും ഒക്കെ സന്നദ്ധരായി. എന്നാലും അവസാനം അള്ളാഹുവിന്റെ പരീക്ഷണം മൂലം, നിരന്തരമായ പരീക്ഷണത്തിനൊടുവിൽ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഇന്നലെ യാത്രയായി. അവരുടെ ഭർത്താവ് അവരെ ആ കാലമത്രയും സുന്ദരമായി അവരെ പരിചരിക്കുകയും അവർക്ക് വേണ്ട എല്ലാം നൽകി തന്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് അവരോടൊപ്പം നിന്ന് അവരെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ രാവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കലിമത്ത് ചൊല്ലി അവസാനം ആശുപത്രിയിലെത്തി മരണപ്പെടുന്ന സമയം വരെ കൂടെ നിന്ന അവരുടെ ഭർത്താവ്. അള്ളാഹുവേ, എൻ്റെ അമ്മായിക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും നീ പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണ റഹ്മാൻ. ആ അമ്മായിക്കാക്ക അള്ളാഹുവേ, എല്ലാ നിരക്കുമുള്ള ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങൾ അവർക്കെല്ലാം റഹ്മാനെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹുവേ രോഗത്തെ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, എല്ലാ നിരക്കുമുള്ള പ്രയാസങ്ങളിൽ നിന്ന്, ബലാകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഏതൊരു സന്ദർഭത്തിലും ക്ഷമയോടെ ഏറ്റവും നല്ല ജീവിതത്തിൽ നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഏറ്റവും നല്ല സ്വാലിഹ്യങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ചുറ്റിലും വന്നുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, പലസ്തീനിലുള്ള സഹോദരങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم استغفر الله لي ولكم.